തമ്പാനൂർ ഗായത്രി വധക്കേസ് പ്രതി പ്രവീണിന് ജീവപര്യന്തം കഠിന തടവ്, 1 ലക്ഷം രൂപ പിഴയും ചുമത്തി. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലെ ഹോട്ടലിൽ കാട്ടാക്കട സ്വദേശിനി ഗായത്രി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി പ്രവീണിന് ജീവപര്യന്തം കഠിന തടവ് വിധിച്ച് കോടതി. 1 ലക്ഷം രൂപ പിഴ ഈടാക്കാനും കോടതി ഉത്തരവിട്ടു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ജീവപര്യന്തം തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുമാണ് പ്രതിക്കുള്ള ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത്. പിഴ ഒടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിഴത്തുക മരണപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവായിട്ടുണ്ട്. പിഴ ഒടുക്കാത്ത പക്ഷം 1 വർഷം കൂടി അധിക കഠിന തടവ് അനുഭവിക്കണം. ഇതാണ് കോടതിയുടെ ശിക്ഷ. ഈ ശിക്ഷയിൽ പ്രോസിക്യൂഷനും മരണപ്പെട്ട കുട്ടിയുടെ കുടുംബവും സന്തുഷ്ടരാണ്. 2022 മാർച്ച് 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വീരണകാവ് ചാനൽക്കര മുരുക്കര വീട്ടിൽ സുജാതയുടെയും പരേതനായ മാരിയപ്പന്റെയും മകളാണ് ഗായത്രി. വിധിയിൽ സന്തോഷമെന്നും നിയമ പോരാട്ടത്തിന്റെ വിജയം കാണാനായി സാധിച്ചുവെന്നും ഗായത്രിയുടെ സഹോദരി പറഞ്ഞു. സന്തോഷം. ഏകദേശം 3.5 വർഷമായി ചേച്ചി മരിച്ചിട്ട്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഹൈക്കോർട്ടിലൊക്കെ പോയതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും പെട്ടെന്ന് വിധി വന്നു. അതിൽ സന്തോഷം. പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപയാണ് വിധിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഒരു നിയമ പോരാട്ടമായിരുന്നു. അതിൽ വിജയം കാണാനായിട്ട് പറ്റി. തലസ്ഥാനത്തെ പ്രമുഖ ജ്വല്ലറിയിൽ ജീവനക്കാരിയായിരുന്ന ഗായത്രിയും കൊല്ലം പരവൂർ സ്വദേശിയായ പ്രവീണും അടുപ്പത്തിലായിരുന്നു. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ പ്രവീൺ അത് മറച്ചുവെച്ചാണ് ഗായത്രിയുമായി അടുപ്പത്തിലായത്. എന്നാൽ ഇക്കാര്യം പിന്നീട് ഗായത്രി അറിഞ്ഞുവെങ്കിലും മുൻ വിവാഹബന്ധം വേർപ്പെടുത്താമെന്ന് പ്രവീൺ വാക്കു നൽകി. തുടർന്ന് തലസ്ഥാനത്തെ ഒരു പള്ളിയിൽ വെച്ച് ഇവർ വിവാഹം ചെയ്യുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ് പ്രവീണിന്റെ ഭാര്യ ജ്വല്ലറിയിലെത്തി ബഹളമുണ്ടാക്കിയിരുന്നു. തുടർന്നാണ് ഗായത്രി ജോലി രാജിവെക്കേണ്ടി വന്നത്. എന്നാലും പ്രവീണുമായുള്ള ബന്ധം തുടർന്നിരുന്നു. ജ്വല്ലറിയിലെ ജോലി രാജിവെച്ച ശേഷം വീരണകാവ് അരുവിക്കുഴിയിലെ ജിമ്മിൽ ട്രെയിനറായിരുന്നു ഗായത്രി. സംഭവ ദിവസം തമ്പാനൂരിലെ ഹോട്ടലിലേക്ക് ഗായത്രിയെ വിളിച്ചുവെത്തിയ ശേഷം ചുരിദാറിന്റെ ഷോൾ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ആത്മഹത്യയായി മാറ്റാനുള്ള ശ്രമങ്ങളും പ്രതി നടത്തി. യുവതിയുടെ ഫോൺ കൈക്കലാക്കിയ പ്രവീൺ 2 പേരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിട്ടു. പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. തുടക്കത്തിൽ തന്നെ അറിയാവുന്ന ഇതൊരു ദൃക്സാക്ഷിയില്ലാത്ത കേസാണ്. അപ്പോൾ അത് സർക്കംസ്റ്റാൻസസ് പ്രൂവ് ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെ ഈ ഡിജിറ്റലായിട്ടുള്ള എവിഡൻസുകൾ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, ഫിംഗർ പ്രിൻറ്റ്, അതുപോലെ തന്നെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ, പിന്നെ ചാറ്റുകൾ, അതൊക്കെ കൃത്യമായിട്ട് കോടതിയിൽ എത്തിക്കാനും അത് തെളിവിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. അത് പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ കാര്യക്ഷമമായിട്ട് അത് നോക്കിയതിൻ്റെ ഒരു റിസൾട്ടാണ്. തുടർന്ന് ഗായത്രി ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്തുകയുമായിരുന്നു ശ്രമം. എന്നാൽ ഇത് പൊളിഞ്ഞതോടെ ഇയാൾ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.